ചേർത്തതിന് ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. പൊടികളെല്ലാം വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയ ശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന പോലെ അതുപോലെ നമുക്ക് കട്ടിയിൽ കുഴച്ചെടുക്കണം. മാവ് കുഴച്ചെടുത്ത ശേഷം ഒരു 20 മിനിറ്റ് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം ഓരോ ഉരുളകളാക്കി എടുത്തിട്ട് നമുക്ക് ഇതൊന്ന് പരത്തിയെടുക്കാം. അല്പം കട്ടിയിൽ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. ഒത്തിരി കട്ടി കൂടിയും പോകരുത്, ഒത്തിരി കട്ടി കുറഞ്ഞും പരത്തരുത്. അല്പം കട്ടിയിൽ പരത്തിയെടുത്ത ശേഷം ചെറിയ സർക്കിളായിട്ട് നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ചെയ്യണം. ഏതെങ്കിലും ടിന്നിൻ്റെ അടപ്പാവും അല്ലെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്ന